Red. Good boy. Blue, white. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു കാത്തൂസ് വ്ലോഗ്. അപ്പൊ ഞങ്ങള് മനസ്സമ്മതത്തിന് വേണ്ടി പോവാണ്. അപ്പൊ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഫുൾ ലുക്ക് ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഞങ്ങളിനി ആലുവ ചെന്നിട്ട് വേണം അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. വണ്ടി കിട്ടുവാണെങ്കിൽ ഞങ്ങൾ വണ്ടിക്ക് പോകും, അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഈ വണ്ടിക്ക് തന്നെ പോകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയിട്ട് വരാം. ബൈ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഷീന ചേച്ചിയാണ് ഞങ്ങൾക്ക് സാരിയും ഹെയറൊക്കെ സെറ്റ് ചെയ്ത് തന്നത്. മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, മേക്കപ്പ് പകുതി വഴിയിലാണ്. അപ്പോൾ ഞങ്ങളിനി എല്ലാം ഫുൾ ലുക്കായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നീനുൻ്റെ ചെയ്തതും ചേച്ചിയായിരുന്നു. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്യണം കേട്ടോ. സ്ഥലമൊക്കെ ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ശരി ചേച്ചി, ഞങ്ങൾ ഇറങ്ങാം. ഇപ്പോൾ തന്നെ എന്നോട് കുറേ പേര് ചോദിച്ചു എവിടെ നിന്നാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെന്നൊക്കെ. ഞാൻ ഈ ബ്ലൗസ് വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ജസ്റ്റ് 500+ ആയുള്ളൂ, 580 സംതിങ് എന്തോ ആയുള്ളൂ ഈ ബ്ലൗസിന്. അപ്പോൾ അതാണ് ബ്ലൗസിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. കടത്തി വെട്ടിയിലോടാരുണ്ട നീ വരിക എന്താ ഒരു വൈക്ലബ്യം മുഖത്ത്. എന്താ ഇനി വൈകിക്കണ്ട, അങ്ങോട്ട് കേറാ, പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങാം. എല്ലാവരും ക്യാമറയിൽ വരണം, എല്ലാവരും വ്ലോഗിൽ വരണം. അപ്പൊ തുടങ്ങല്ലേ പ്രാർത്ഥന. ബാബാ കേറിയിട്ട് ക്യാമറമാൻ ഇല്ല, ഞാൻ തന്നെ എടുക്കേണ്ടി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അപ്പൊ നമ്മൾ ഇവിടുന്ന് കുറവിലങ്ങാട് അപ്പുറം ഒരു സ്ഥലത്തേക്കാണ് പെൺകുട്ടിയുടെ വീട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങോട്ടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബസ്സിനാണ് പോകുന്നത്. പിന്നെ ചെറുക്കനും കൂട്ടരും വരുന്നത് കാറിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഒറ്റ ബസ്സിനാണ് പോകുന്നത്. അത്യാവശ്യം ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. അപ്പൊ നീ അവിടെ ചെന്നിട്ട് കാണാം. എല്ലാവരും ഞാൻ പകർത്തുന്നതായിരിക്കും. നിങ്ങൾ യൂണിഫോമിലാണല്ലോ എല്ലാവരും. എല്ലാവരും പകർത്തും, ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ക്യാമറമാൻ പകർത്തിയില്ലെങ്കിൽ ഞാൻ പകർത്തുന്നതായിരിക്കും. ഒരു ലക്ഷം ഫോളോവേഴ്സ്. നിങ്ങൾ ഇനി യുവമിഥുനങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. യുവൊക്കെ കഴിഞ്ഞത്. ഇതാണ് നമ്മുടെ കല്യാണ ചെറുക്കന്റെ അനുജൻ. ഇവനാണ് എല്ലാ കാര്യങ്ങളും ഓടി നടത്തി ചെയ്തത്. ഇതെല്ലാം മോളിത്തെ സംഭവം. ഇതന്നെ മോളിൽ സംബന്ധിച്ച് ഇതല്ലേ, ഇതെന്റെ മോളിൽ നിൽക്കുന്ന നമ്മുടെ ചെറുക്കന്റെ അനിയൻ.
ഇപ്പോൾ പെൺകുട്ടിയും ഫാമിലിയും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു ചടങ്ങുള്ളതെന്ന് പറഞ്ഞാൽ പെൺകുട്ടീനെ നമ്മൾ വീട്ടിൽ പോയിട്ട് ചെറുക്കൻ്റെ പെങ്ങൾ വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ സിമി ചേച്ചിയും ചേട്ടനുമാണ് കൂട്ടിക്കൊണ്ട് വന്നത്. ഇനി പള്ളിയിലേക്ക് നമ്മൾ മനസ്സമ്മതത്തിൻ്റെ കർമ്മത്തിനായിട്ട് കടക്കുന്നതാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുൻപ് കുറച്ച് ഫോട്ടോ സെക്ഷനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഒരു മാമോദീസ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ കയറിയത്. അരുൺ മിശിഹായുടെ നിയമവും ക്രിസ്തുവയുടെ നടപടിയും അനുസരിച്ച് വിവാഹം കൂടാശയിലൂടെ അങ്ങനെ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. അരുൺ മിശിഹായുടെ നിയമവും ക്രിസ്തുവയുടെ നടപടിക്രമവും അനുസരിച്ച് വിവാഹം കൂടാശയിലൂടെ അതിനെ എൻ്റെ വ്യക്തമായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഈ വിവാഹം വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. വിവാഹവാഗ്ദാനം നടത്തിയ നിങ്ങളെ അതിനെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്തു.
അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇതിപ്പോൾ ആരുടെയാണ് ഈ മനസ്സമ്മതം നടക്കുന്നത്? എൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ ആദ്യത്തെ മോനാണ് അരുൺ എന്ന് പറയുന്നത്. അപ്പോൾ അരുണിൻ്റെയാണ് മനസ്സമ്മതം നടക്കുന്നത്. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ പേര് അനു എന്നാണ്. അനുവിൻ്റെ വീടെന്ന് പറയുന്നത് കുറവിലങ്ങാട് അടുത്ത് കൊളത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. അപ്പോൾ അവിടുത്തെ പള്ളിയിൽ വെച്ചിട്ടായിരുന്നു മനസ്സമ്മതം നടന്നത്. അതിനുശേഷം ഫംഗ്ഷൻ നടന്നത് പള്ളിയുടെ ഹോളിൽ തന്നെയായിരുന്നു. അപ്പോൾ ഈ നിങ്ങൾ കാണുന്നതാണ് പള്ളിയുടെ ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ നടന്നത് കേട്ടോ. എന്താണ് നിന്റെ അഭിപ്രായം ഇത്തരം വരെയുള്ള പരിപാടി അപ്പോൾ ഇതായിരുന്നു അരുണിൻ്റെ മനസ്സമ്മതത്തിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. സാരി എൻ്റെ മനസ്സമ്മതത്തിന് തന്നെ സാരിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ബ്ലൗസ് എടുത്തതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. 500, 580 ആ ഒരു റേഞ്ച് വന്നതേ ഉള്ളൂ. നല്ല വർക്കൊക്കെ വന്നിട്ട് നല്ല പെർഫെക്റ്റ് ഫിറ്റിങ്ങുമായിരുന്നു എനിക്ക്. അതുപോലെ തന്നെ ഞാൻ ജുംക്ക വാങ്ങിച്ചത് ഞാൻ ആമസോണിൽ നിന്നായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ്. ബാക്കി ഓർണമെൻറ്റ്സൊക്കെ എൻ്റെ ഓൾറെഡി കയ്യിലുണ്ടായതാണ് കേട്ടോ.